ഓഫീസിൽ നേരത്തെ പോകണമെന്ന് തലേന്ന് പറയാത്തതുകൊണ്ടും വൈകി എണീറ്റതുകൊണ്ടും ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവ് ഉണ്ടാക്കി. അവളെ പല്ല് തേപ്പിച്ച് ചായ കൊടുക്കലാണ് രാവിലത്തെ എൻ്റെ മെയിൻ ടാസ്ക്. ചിലപ്പോൾ അത് നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സായിരിക്കും, ചിലപ്പോൾ അവൾ തന്നെ ഇരുന്ന് കഴിച്ചോളും. സാധാരണ ഞങ്ങൾ 3 പേര് ഇരുന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ്. ഇന്ന് ഏട്ടൻ നേരത്തെ പോയതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും നല്ല കഥയൊക്കെ പറഞ്ഞ് ചായ കുടിച്ചു. രാത്രി അടിച്ചു വാരിയതുകൊണ്ട് എല്ലാം ഒന്ന് ഒതുക്കി പെറുക്കി വെക്കാനേ ഉള്ളായിരുന്നു. അപ്പോൾ ഞാനൊരു സൈഡിൽ നിന്ന് വൃത്തിയാക്കുമ്പോൾ അവൾ വേറൊരു സൈഡിൽ നിന്ന് വൃത്തികേടാക്കുന്നുണ്ട്. എന്നാലും എടുത്തു വെച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ എല്ലാം ഒന്ന് അടുക്കി പെറുക്കി വെച്ച് അവളുടെ ഡ്രസ്സ് മാറ്റി ഞങ്ങൾ താഴോട്ട് പോയി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 2nd ഫ്ലോറിലാണുള്ളത്. താഴെ ഒരു ഗ്രൗണ്ട് ഉണ്ട്, അപ്പോൾ കുട്ടികൾക്കൊക്കെ കളിക്കാനും. മാത്രമല്ല ഇവിടെ ചുറ്റിലും മരങ്ങളായതുകൊണ്ട് നമ്മുടെ റൂമിലേക്ക് വെയിൽ അധികം അടിക്കില്ല. അപ്പോൾ വെയിൽ കൊള്ളാനും കൂടെ ഞങ്ങൾ ഇടയ്ക്ക് താഴോട്ട് പോകും. ഈ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ 2 പാർക്കും അതുപോലെ നടക്കാൻ കുറേ സ്ഥലമുണ്ട്. അപ്പം ഞങ്ങൾ അതിലേക്ക് നടന്ന് ഊഞ്ഞാലൊക്കെ ആടി കളിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോയി. വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് 2 പേർക്കും നല്ലോണം വിശന്നു. അപ്പോൾ ഇന്ന് റാഗി കുറുക്ക് ഉണ്ടാക്കാമെന്ന് കരുതി. തലേന്ന് വെള്ളത്തിലിട്ട റാഗി മിക്സിയിലിട്ട് അരിച്ചെടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളവും കുറേ പാലും ശർക്കരയും ഏലക്കാപ്പൊടിയൊക്കെ ചേർത്ത് ഗ്യാസിലേക്ക് വെച്ചു. അതൊന്ന് കുറുകി വന്നപ്പം ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് വീട്ടിലുണ്ടാക്കിയ കുറച്ച് നട്ട്സ് പൗഡർ ഉണ്ടായിരുന്നു, അതും കൂടെ കുറച്ച് ആഡ് ചെയ്ത് കുടിച്ചു. അവളുടെ വിശപ്പ് മാറിക്കഴിഞ്ഞാൽ അവൾ എവിടെയെങ്കിലും ഇരുന്ന് കളിച്ചോളും. അപ്പോൾ ഞാൻ ആ ടൈം കിച്ചണിലോട്ട് പോയി. ഇന്ന് ചോറിന് മോര് കറിയും കോവയ്ക്ക തോരനും ചിക്കൻ കൊണ്ടാട്ടവുമാണ്. ഇത് പെർഫെക്റ്റ് ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പിയാണോ എന്നൊന്നും എനിക്കറിയില്ല, എന്നാലും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഈസി റെസിപ്പിയാണ്. അപ്പോൾ അതിന് ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ചൂടായി വരുമ്പം കുറച്ച് തേങ്ങാക്കൊത്തിടുക. അതൊന്ന് കളർ മാറി വരുമ്പം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പില 2 വലിയ ഉള്ളി അരിഞ്ഞതും ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ ഉപ്പും പിന്നെ പഴുത്ത ഒരു വലിയൊരു തക്കാളി നൈസായിട്ട് അരിഞ്ഞതും ചേർത്ത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല 2 സ്പൂൺ, ആവശ്യത്തിന് കുരുമുളകും ചേർത്ത് കളറൊന്ന് മാറി വരുന്നവരെ നല്ലോണം വഴറ്റിയെടുക്കാം. എന്നിട്ട് വഴന്ന് വരുമ്പോൾ അവസാനം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ തൂവുക. പിന്നെ നമ്മുടെ ചിക്കൻ നല്ലോണം പൊരിച്ചെടുക്കുക. വെളുത്തുള്ളിയൊക്കെ ചേർത്ത് നല്ലോണം ഫ്രൈ ചെയ്ത് എടുത്തതും കൂടെ അതിലേക്ക് ചേർത്ത് കുറച്ച് മല്ലിച്ചപ്പ് കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ലോണം വഴറ്റി മസാലയൊക്കെ ചിക്കനിലേക്കൊക്കെ ഒന്ന് പിടിക്കുന്ന രീതിയിലൊക്കെ ഇളക്കി മൂടി വെക്കാം. അടുക്കളപ്പണി കഴിഞ്ഞ് അടുക്കള ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഞാനൊരു ഋതുവും കുളിക്കാൻ പോയി. കുളിച്ച് വന്നപ്പോഴത്തേക്ക് ഏട്ടൻ വന്നായിരുന്നു. ഏട്ടന് ചോറ് കൊടുത്ത് ഞാനൊരു ഋതുവും ചോറ് കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗിൽ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.